തലശ്ശേരി ഫസൽ വധക്കേസിൽ പ്രതിഭാഗം കൂടുതൽ പ്രതിരോധത്തിലേക്ക്. മുൻ IPS ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണനെ പ്രോസിക്യൂഷൻ വിസ്തരിക്കാൻ ഒരുങ്ങുകയാണ്. കേസിൽ CPM നേതാക്കളുടെ പങ്കിലേക്ക് അന്വേഷണം നീണ്ടപ്പോൾ കടുത്ത പ്രതികാര നടപടികളായിരുന്നു. കണ്ണൂർ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP ആയ രാധാകൃഷ്ണൻ നേരിട്ടത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CPMലേക്ക് അന്വേഷണം നീണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. എന്തായാലും അതിനൊരു മാറ്റം ഇനിയുണ്ടാകുമോ? അതെ രാഖി, തലശ്ശേരി ഫസൽ വധക്കേസിൽ ഇപ്പോൾ വിചാരണ നടപടികൾ മുൻപോട്ട് പോവുകയാണ്. കൊച്ചി CBI കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നത് കെ രാധാകൃഷ്ണൻ, അതായത് ഈ ഫസൽ വധക്കേസിൽ ആദ്യം അന്വേഷണം നടത്തിയ കെ രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ മുഖ്യ സാക്ഷിയാക്കി വിസ്തരിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രോസിക്യൂഷൻ കടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാക്ഷിമൊഴിക്ക് ഏറെ പ്രസക്തി ഉണ്ടാകും. പ്രതിഭാഗം കൂടുതൽ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലേക്കും പോവുകയും ചെയ്യും. ഈ ഫസൽ വധക്കേസിൽ CPM നേതാക്കൾ തന്നെയാണ് കുരുക്കിലാകുന്നത്. CPM നേതാക്കളുടെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ക്രിമിനൽ സംഘമാണ് ഫസലിനെ വധിച്ചതെന്ന് കണ്ടെത്തിയത് കെ രാധാകൃഷ്ണനാണ്. RSS പ്രവർത്തകർക്ക് ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് കെ രാധാകൃഷ്ണൻ കണ്ടെത്തിയിരുന്നു. ഈ ഒരു അന്വേഷണം CPM നേതാക്കളിലേക്ക് കടന്ന സമയത്ത് രാധാകൃഷ്ണനെതിരെ വധഭീഷണി അടക്കം മുഴക്കിക്കൊണ്ട് പ്രതികാര നടപടികൾ CPM പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഈ വിരമിച്ചതിന് ശേഷം പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള നടപടിയിലേക്കും കടന്നിരുന്നു. എന്തായാലും ഈ മുഖ്യ സാക്ഷിയാക്കിക്കൊണ്ടാണ് കെ രാധാകൃഷ്ണനെ വിസ്തരിക്കുക. ഫസലിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണന് മുഖ്യ സാക്ഷികളാണ്. ഇവരെ പിന്നീട് വിസ്തരിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും പ്രോസിക്യൂഷൻ കടക്കുക. കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും ഈ കേസിൽ 7ഉം 8ഉം പ്രതികളാണ്. കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനാണ്. തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള നിയുക്ത MLA ആണ് കാരായി രാജൻ. ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാരായി രാജന്റെ MLA സ്ഥാനം തെറിക്കും. MLA സ്ഥാനത്ത് നിന്നും അയോഗ്യത കൽപ്പിക്കപ്പെടും. എന്തായാലും ഈ കേസിൽ CBIയുടെ അന്വേഷണത്തിലാണ് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി നേതാക്കൾക്ക് ഈ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫസലിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്നും ഗൂഢാലോചന ഉണ്ടായി എന്ന് കെ രാധാകൃഷ്ണൻ കണ്ടെത്തുകയും അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി CPM നേതാക്കൾ തുടരുകയും ചെയ്തിരുന്നു. എന്തായാലും കെ രാധാകൃഷ്ണൻ അടക്കമുള്ള മുഖ്യ സാക്ഷികളെ വിസ്തരിച്ചുകൊണ്ട് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രോസിക്യൂഷൻ കടക്കുന്നത്. രാഖി, ശരി രേഷ്മ. എന്തായാലും തലശ്ശേരി ഫസൽ വധക്കേസിൽ പ്രതിഭാഗം കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുകയാണ്. മുൻ IPS ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണനെ പ്രോസിക്യൂഷൻ വിസ്തരിക്കാൻ ഒരുങ്ങുന്നു. കേസിൽ നമുക്കറിയാം, നേരത്തെ തന്നെ RSSകാർക്ക് മേൽ ഈ കുറ്റം ചാർത്താനുള്ള ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ കെ രാധാകൃഷ്ണന്റെ വരവോടുകൂടി എല്ലാം പൊളിഞ്ഞടുങ്ങിപ്പോയി. അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെ പങ്കാണ് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞത്. അതോടുകൂടിയാണ് അദ്ദേഹത്തിനെതിരെ തന്നെ കടുത്ത പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോയത്. എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അദ്ദേഹത്തെ വിസ്തരിക്കുമ്പോൾ എന്തൊക്കെ പുറത്തുവരും, അതെല്ലാം കണ്ടു തന്നെ അറിയേണ്ടി വരും. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.